എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ കയ്യിലെ സ്കാർ നോക്കിയിട്ട് പാനിക് ആവുന്നതാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ ജിൻഷി പ്രാക്ടീസ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ജിൻഷി ഗാവഷിനോട് ചോദിക്കുകയാണ്, അപ്പോത്തേക്കരിക്ക് എങ്ങനെയുണ്ട്? ഗാവഷൻ ചോദിക്കുകയാണ്, എന്തെങ്ങനെയുണ്ടെന്നാണ് ചോദിക്കുന്നത്. ജിൻഷി, അവളാ വെയിറ്റൊക്കെ വെച്ചോ? അപ്പോൾ ഗാവഷും പറയാണ്, കുറച്ച്. ജിൻഷിയാണെങ്കിൽ അപ്പോൾ ആലോചിക്കുന്നുണ്ട്, അവളുടെ ആ സൈഡ് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നെന്ന് പറയുവാണ്. അവൾ ആ സെർവൻറ്റിനെ അടിച്ചതാണ് ജിൻഷി ഓർക്കുന്നത്. ഗാവഷും പറയുന്നു, എന്ത് പറ്റി, നിങ്ങൾ കുറച്ച് കൺസേൺഡ് ആണല്ലോ എന്നൊക്കെ പറയുവാണ്. അടുത്ത സീനിൽ മെഡിസിന് വേണ്ടി പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ പോണ മാമാനെയാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ അവിടെ ഒരു മഷ്റൂം ഒക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അവളാണെങ്കിൽ അവളുടെ ഫ്രണ്ടിനെ കാണാൻ വരുവാണ്. സെർവൻസ് ആണെങ്കിൽ എപ്പോഴും അവളോട് കഴിക്കുന്നു പറഞ്ഞിട്ട് ഓരോ സ്നാക്സ് ഒക്കെ കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിന് കൊടുക്കാനായിട്ട് വന്നതാണ് മാമ. ഫ്രണ്ടാണെങ്കിൽ ഇത് കണ്ടിട്ട് ഹാപ്പിയൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് അടുത്ത സീനിൽ മാമ ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണ്. ഡോക്ടർ ചോദിക്കുകയാണ്, എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന്. അപ്പോൾ മാമ പറയുകയാണ് സീക്രട്ട് ആണെന്ന്. എന്നിട്ട് മോർണിംഗ് കിട്ടിയ മഷ്റൂം കാണിക്കുകയാണ്. ഡോക്ടർ എക്സൈറ്റഡ് ആവുകയാണ്. മാമാവും ഡോക്ടറും അത് കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഇപ്പോൾ ശരിക്കും ഭയങ്കര ബഡ്ഡി ആയിരിക്കുകയാണ്. അടുത്ത സീനിൽ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആളാണെങ്കിൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുവാണ്, കേസിനെ മാറ്റാനുള്ള മരുന്നുണ്ടോ എന്ന്. മാമ ആ റാഷ് കണ്ടിട്ട് പറയുകയാണ്, ഇത് കുറച്ച് വലിയ റാഷാണല്ലോ എന്ന് പറയുകയാണ്. കുറച്ച് ഓയിൻമെൻറ്റ് തേച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ മാനോടത് ഉണ്ടാക്കാൻ പറയുകയാണ്. അടുത്ത സീനിൽ ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കേസ് എന്ന് പറഞ്ഞല്ലോ, എന്താണ് സംഭവിച്ചത്? അപ്പോൾ അയാൾ പറയുകയാണ്, ഒരു 2 നൈറ്റ് മുമ്പാണ് റെയർ പാലസിലെ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തിട്ട് അത് വെസ്റ്റ് സൈഡിൽ കൊണ്ടുപോയാണ് കത്തിക്കുന്നത്. ഞാൻ എപ്പോഴത്തെയും പോലെ കത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു വേസ്റ്റ് ബാഗ് കണ്ടു. അതിലാണെങ്കിൽ ഒരു വുമൻ്റെ ക്ലോത്ത്സ് ആയിരുന്നു. അതുപോലെ കുറച്ച് വുഡ്സും ഉണ്ടായിരുന്നു. അതിലെന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വലുതായിട്ട് ശ്രദ്ധിച്ചൊന്നുമില്ല. അതിനെടുത്ത് തീയിലിട്ടു. അപ്പോഴേക്കും കുറേ സൗണ്ടൊക്കെ കേട്ടിട്ട് പല കളറൊക്കെ ആയിട്ട് ഫയർ അതിങ്ങനെ കത്തുന്നുണ്ടായിരുന്നു. മാമ ആണെങ്കിൽ ഒരു പീസ് വുഡ് എടുത്തിട്ട് ചോദിക്കുവാണ്, ഈ കളറായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളിങ്ങനെ അത് കത്തിച്ച് കാണിക്കുവാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അതെന്തുവാന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, ഇത് ഫയർ വർക്ക്സ് പോലെയാണ് എന്ന്. എന്നിട്ട് മാവ് ഓയിൻമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങളടുത്ത് പറയാം. അപ്പോൾ ജിൻഷി ആണെങ്കിൽ ഇവിടെ നിന്ന് ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ്. ജിൻഷി ആണെങ്കിൽ അവളെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഡോക്ടർ ജിൻഷിക്ക് ടീ എടുക്കാൻ പോവാണ്. ജിൻഷി മാമാനെ വിളിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് കുറേ പ്ലേറ്റ്സിൽ കളേഴ്സ് അതൊക്കെ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. മാമാണെങ്കിൽ അവൾക്ക് അറിയാവുന്ന പോലെയൊക്കെ പറയുവാണ്. കളേഴ്സ് എങ്ങനെ ഡിസോൾവ് ചെയ്യാമെന്നൊക്കെയാണ് ജിൻഷി ചോദിക്കുന്നത്. അപ്പോൾ മാമാറാണ്, ചിലത് സോൾട്ടിൽ ഡിസോൾവ് ആവും, ചിലത് ഓയിലിൽ, ചിലത് വേറെ കുറേ സബ്സ്റ്റൻസിലൊക്കെ ആയിരിക്കും ഡിസോൾവ് ആവുന്നതെന്ന് പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പോണ വഴിയിൽ അവൾ ആലോചിക്കുന്നുണ്ട്, മേ ബി ഇത് സീക്രട്ട് മെസ്സേജ് വല്ലതും പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാനിത് ഓർത്ത് കൺസേൺഡ് ആവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് പോവാണ്. അപ്പോൾ സെർവൻസ് ആണെങ്കിൽ അവിടെ കുറേ പാഴ്സലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരാൾ അവളുടെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിൻ്റെ ഗാർഡൻ പാർട്ടിക്കുള്ള ഡ്രസ്സാണെന്ന് പറയണം. അപ്പം അമ്മ ചോദിക്കുകയാണ്, ഈ ഗാർഡൻ പാർട്ടിയോ അതെന്താണ്? അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുകയാണ്, വർഷത്തിലെ 2 തവണ എംപറർ ഹയൽ ഒഫീഷ്യൽസായിട്ട് കോർട്ട്യാർഡിൽ വെച്ച് നടത്തുന്ന പാർട്ടിയാണ് ഇതിന് 4 ലേഡീസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഗ്യോക്യുവിൻ്റെ കൂടെ പോകണം എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, അവിടെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്മൾ എംപറിൻ്റെ കൂടെ നടന്നാൽ മതി എന്ന് പറയുകയാണ്. അവൾ ചോദിക്കുകയാണ്, ഞാൻ വരണമെന്ന്. അപ്പോൾ അവർ പറയുകയാണ് വേണമെന്ന്. അങ്ങനെ അവൾ ആലോചിക്കുകയാണ്. ഗ്യോക്യുവിനാണെങ്കിൽ കുറേ സെർവൻസ് ഒന്നുമില്ല, അതേപോലെ ഫുഡ് ഉള്ളതുകൊണ്ട് ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യവും വരും. സോ അവൾ പോകാമെന്ന് സമ്മതിക്കുകയാണ്. എന്നിട്ട് നല്ല വിൻഡും കോൾഡും ഒക്കെ ആയതുകൊണ്ട് അവൾ അതിനു വേണ്ടി ഓരോ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുവാണ്. ഡ്രസ്സിൻ്റെ അടുത്ത് വെക്കുന്ന സാധനം, കഴിക്കാനുള്ളത്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് സെർവൻറ്റ് വരുവാണ്. അവർക്കിത് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുകയാണ് എല്ലാവർക്കും വേണ്ടി അങ്ങനെ ചെയ്തു കൊടുക്കാൻ. മാമാണെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ജിൻഷിയും ഗാവഷനും വരുന്നുണ്ട്. എന്നിട്ട് അവർക്കും ഇതുപോലെ ചെയ്തു കൊടുക്കാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എംപറിൻ്റെ കുക്കൊക്കെയും വരുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാമാവ് അതൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അടുത്ത സീനിൽ കയ്യിൽ സ്കാറുള്ള ഒരാളെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഗാർഡൻ പാർട്ടിയുടെ തലേ ദിവസം എത്തിയിരിക്കുകയാണ്. അവളാണെങ്കിൽ അവളുടെ പണിയെല്ലാം ചെയ്ത് കഴിയുവാണ്. നെക്സ്റ്റ് സീനിൽ ഗാവഷുൻ ജിൻഷിനോട് പറയുവാണ്, സ്കാറുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള സെർച്ച് ചെയ്തിട്ട് ആരെയും കിട്ടിയില്ല എന്നൊക്കെ പറയുവാണ്. ജിൻഷി പറയാണ് ഗാർഡൻ പാർട്ടി സ്മൂത്ത് ആയിട്ട് പോകട്ടെ എന്ന്. അങ്ങനെ പാർട്ടിയുടെ അന്ന് മോർണിംഗ് ഗ്യോക്യൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. എല്ലാവരും അവരെ പ്രശംസിക്കുകയാണ്, അവരെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അവരാണെങ്കിൽ അവരുടെ സെർവൻസിലെല്ലാം ഓരോ ഓർണമെന്റ്സ് ഒക്കെ കൊടുക്കുകയാണ്. മാമാനും കൊടുക്കുന്നുണ്ട്. സെർവൻസ് മാമാനെ പിടിച്ച്
വെച്ച് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴേക്കും അവളുടെ ഫേസ് വൈപ്പ് ചെയ്തപ്പോൾ അവരാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. അങ്ങനെ 4 ലേഡീസ് റെഡി ആയിട്ട് ഇറങ്ങുവാണ്. ജിൻഷി ആണെങ്കിൽ ഓരോരുത്തരെ ആയിട്ട് വിസിറ്റ് ചെയ്ത് ഗ്രീറ്റ് ചെയ്തിട്ടൊക്കെ വരുവാണ്. ലാസ്റ്റ് ഗ്യോക്യുവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്നിട്ട് ഗ്യോക്യുവിൻ്റെ ബ്യൂട്ടീനെയൊക്കെ പറ്റി പറയുന്നുണ്ട് ജിൻഷി. പെട്ടെന്നാണ് ജിൻഷി മാമാനെ കാണുന്നത്. അവളെ കണ്ടിട്ട് ജിൻഷി ഞെട്ടുന്നുണ്ട്. അവളാണെങ്കിൽ ഗ്രീറ്റിങ്സ് ഒക്കെ പറയുവാണ്. എന്നിട്ട് അവളോട് ചോദിക്കുവാണ്, നീ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന്. അവൾ പറയുവാണ് ഇല്ല എന്ന്. അപ്പോൾ ജിൻഷി പറയുന്നുണ്ട്, നിൻ്റെ ഫ്രെക്കിൾസ് പോയല്ലോ. ഞാനത് റിമൂവ് ചെയ്തു എന്ന് പറയുവാണ്. നീ മേക്കപ്പ് ഇട്ടു അല്ലേ? ഇല്ല, ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്തു, അതാണ് ഫ്രെക്കിൾസ് പോയതെന്ന് പറയുവാണ് മാമാവ്. ജിൻഷിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. മാമാവ് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. എല്ലാ മോർണിംഗും ഞാൻ ഡ്രൈഡ് ക്ലേ ഫേസിലിട്ട് ഫ്രെക്കിൾസ് ഉണ്ടാക്കും. എന്ന് നിങ്ങൾ എന്നെ കാണുമ്പോൾ എനിക്ക് മേക്കപ്പ് ഉണ്ട്. കോസ്മെറ്റിക്സ് ഫേസ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ ജിൻഷി ചോദിക്കുവാണ്, നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ശരിക്കും അറിയണോ? അത് ബാക്ക് ആലിയിലോട്ട് എന്നെ ആരും വലിച്ചുകൊണ്ട് പോകാണ്ടിരിക്കാനാണ്. ഞാൻ ബ്രോത്തലിൻ്റെ അടുത്താണ് ജീവിക്കുന്നത്. എല്ലാ ആണുങ്ങളും സെക്ഷലി സാറ്റിസ്ഫൈഡ് അല്ലല്ലോ. ചിലരുടെ കയ്യിൽ പൈസ ഇല്ല, ചിലർക്കാണെങ്കിൽ വയലൻറ്റ് ടെൻഡൻസീസും ഉണ്ടാവും, ചിലർക്ക് ഡിസീസസ് ഒക്കെയും കാണും. ഒരു ചെറിയ സ്കിന്നി അഗ്ലി ഗേളിനെ അങ്ങനെ ആരും ടാർഗറ്റ് ആകത്തില്ലല്ലോ. ജിൻഷി ചോദിക്കുന്നുണ്ട്, നിനക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? മാമാറാണ് അറ്റംപ്റ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പകരം എന്നെ കിഡ്നാപ്പ് ചെയ്തു. എൻ്റെ മേക്കപ്പ് കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചാണോ എന്നെ വിറ്റാൽ കുറച്ച് കാശൊക്കെ കിട്ടും. അപ്പോൾ ജിൻഷിക്കാണെങ്കിൽ വിഷമാവുന്നുണ്ട്. ജിൻഷി ആണെങ്കിൽ അപ്പോളജൈസ് ഒക്കെ ചെയ്യുവാണ്. അപ്പം മാമാവ പറയുവാണ്, കുഴപ്പമൊന്നുമില്ല, വാങ്ങുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ കിഡ്നാപ്പ് ചെയ്തതാണോ അതോ ലീഗലായിട്ട് വിറ്റതാണോ എന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ദേഷ്യമൊന്നുമില്ലേ? മാമാറാണ്, ഉണ്ട്, പക്ഷെ അത് നിങ്ങളുടെ തെറ്റല്ലല്ലോ. ജിൻഷി വീണ്ടും സോറി പറയുവാണ്. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ ഹെയർ പിൻ അവൾക്ക് കൊടുക്കുവാണ്. എന്നിട്ട് പാർട്ടിയിൽ കാണാമെന്ന് പറഞ്ഞിട്ട് പോകുവാണ്. അമ്മ ആണെങ്കിൽ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് നിൽക്കുവാണ്. സെർവൻസ് ആണെങ്കിൽ അവൾ അടുത്ത് വന്നിട്ട് പറയുവാണ്, ഞങ്ങൾക്ക് ജലസ് ആവുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരെണ്ണം വേണം എന്നൊക്കെ. അമ്മ ആണെങ്കിൽ ഞാനിത് തരാം, പക്ഷെ 3 പേർക്കും ഇതങ്ങനെ വീതിച്ച് തരും എന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഗ്യോക്യു നേരെ അവൾ അടുത്തോട്ട് വരുവാണ്. എന്നിട്ട് പറയുവാണ്, നീ നമ്മുടെ പ്രോമിസ് ബ്രോക്ക് ചെയ്തു, നീ ഇനി എൻ്റെത് മാത്രമല്ല എന്ന് പറയുവാണ്. എന്നിട്ട് ആ ഹെയർ പിൻ അവൾക്ക് വെച്ച് കൊടുക്കുവാണ്. അവൾക്കാണ് എന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും ഗാർഡൻ പാർട്ടി തുടങ്ങുന്നതിൻ്റെ സൗണ്ട് കേൾക്കുവാണ്. ഇവിടെ വെച്ച് എപ്പിസോഡ് എൻഡ് ചെയ്യുവാണ്.